തൃശൂർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു. ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാവാത്തതിനെ തുടർന്ന് കെട്ടിടത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, എങ്ങനെയാണ് പുതിയ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണത്? പിന്നീട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് 1.25 കോടി നിർമ്മാണ ചെലവ് കണക്കാക്കിയ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഐസൊലേഷൻ വാർഡായി ഈ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെയും അവിടെ തുറന്നു പ്രവർത്തിച്ചിരുന്നില്ല. ഇലക്ട്രിക്കൽ ജോലികളടക്കം പൂർത്തിയാവാനുണ്ട് എന്നുള്ള കാരണം പറഞ്ഞായിരുന്നു കെട്ടിടം പ്രവർത്തിക്കാതിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ശക്തമായ കാറ്റുണ്ടാവുകയും ഈ കാറ്റിൽ ഈ സീലിംഗ് PVC സീലിംഗ് പൂർണ്ണമായും നിലത്തേക്ക് അടർന്നു വീഴുകയുമായിരുന്നു. ഈ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അപകടം സംഭവിക്കാതിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വലിയ ചർച്ചാ വിഷയവുമായതിന് പിന്നാലെയാണ് മറ്റൊരു സർക്കാർ ആശുപത്രിയിൽ കൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും പുതുക്കാട് താലൂക്ക് ആശുപത്രി അധികൃതരാരും ഇതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഈ നിർമ്മാണത്തിലെ അപാകതകളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോരായ്മകളാണോ ഇത് ഈ സംഭവത്തിന് പിന്നിലെന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നില്ല. ഏതായാലും ഉദ്ഘാടനം നടത്തി 1.25 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ ശരി, വ്യക്തമാണ്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. കോടികൾ മുടക്കി ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ സീലിംഗ് ആണ് മാസങ്ങൾക്കകം തകർന്നു വീണത്.